ജാഗ്രതയിൽ വാർത്തകൾ വിശദമായി നോക്കാം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ അതിജീവിത നേരിട്ടത് ക്രൂര പീഡനം. കഴുത്തിൽ കത്തിവെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച മരണ സുബിൻ സ്പായിലെത്തിയ കസ്റ്റമറെ ആക്രമിച്ച് അയാൾക്കൊപ്പമുള്ള യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. സ്പായിലെ സഹപ്രവർത്തകയും ഗുണ്ടകൾക്കൊപ്പം ബലാത്സംഗത്തിന് കൂട്ടുനിന്നുവെന്നും യുവതി ആരോപിച്ചു. അതേസമയം ബിസിനസ്സിലെ എതിരാളികൾ നൽകിയ കൊട്ടേഷനാണ് ക്രിമിനൽ സംഘം നടപ്പാക്കിയതെന്ന് സ്പാ ഉടമ ആരോപിച്ചു. ഇതിനിടെ പോലീസിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ ജില്ലാ പോലീസ് മേധാവി തള്ളി. മനസ്സു മരവിപ്പിക്കുന്ന അതിക്രൂര പീഡനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. കൊടും ക്രിമിനലായ മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടറും സംഘവും തിരുവല്ലയിലെ ജീവനക്കാരിയോട് ചെയ്ത ക്രൂരതകൾക്ക് സമാനതയില്ല. സ്പായിലേക്ക് ഇരച്ചെത്തിയ മരണസുബിനും സംഘവും ജീവനക്കാരോട് പണം ആവശ്യപ്പെട്ടു. ജീവനക്കാരി പണമില്ലെന്ന് കരഞ്ഞു പറഞ്ഞു. തൊട്ടു പിന്നാലെ തുടങ്ങി അക്രമ സംഭവങ്ങൾ. സിനിമാ സ്റ്റൈലിൽ അറ്റൻഡർ കസേരയിലിരുന്ന കൊടും ക്രിമിനൽ തന്റെ കൂടുതൽ കൂട്ടാളികൾ വടിവാളുമായി എത്തുമെന്ന് ഭീഷണി മുഴക്കി. തുടർന്ന് മറ്റൊരു മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. തുടർന്ന് നടന്ന സംഭവങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു യുവതി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ഭയങ്കര വേദനിപ്പിച്ചിട്ടുള്ള പീഡനമായിരുന്നു. കാരണം പീഡിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. അതുപോലെ വേദനയും മറ്റേ ഒരുപാട് ഗുളികകൾ വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു നിമിഷം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ഉപദ്രവിച്ച് അവൻ അവിടെ ചെയ്തത്. കത്തി ഇങ്ങനെ തൊണ്ടക്കുഴി വെച്ചിട്ടാണ് ഇവന്മാര് ഡ്രസ്സ് ഊരിപ്പിച്ചത് തന്നെ. പക്ഷെങ്കിൽ കത്തി ഉള്ളതുകൊണ്ടാണ് നമ്മള് വേദനയെല്ലാം സഹിച്ച് ആ ബെഡിൽ കിടന്നത്. കഴുത്തിൽ കത്തിവെച്ച ശേഷമായിരുന്നു ബലാത്സംഗം. ഇതേസമയം സ്പായിലുണ്ടായിരുന്ന മറ്റൊരു കസ്റ്റമറെയും ഗുണ്ടാസംഘം അതിക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് ഇയാളെയും ജീവനക്കാരിയെയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തി. യുവതിയെ സുബിൻ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങളും പകർത്തി. സെൽഫി എടുത്തു. അതേസമയം ബിസിനസ്സിലെ എതിരാളികൾ നൽകിയ കൊട്ടേഷനാണ് നടന്നതെന്നായിരുന്നു സ്പാ ഉടമയുടെ ആരോപണം. നമുക്ക് നേരെ ഒന്ന് അറ്റാക്ക് ചെയ്യല്ലേ. നമ്മളിപ്പോ ഇപ്പം ഗുണ്ടാപിരിവാന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇപ്പൊ എന്തെങ്കിലും സംസാരിച്ചതിന് ശേഷം ഒരു അറ്റാക്ക് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് അറ്റാക്കിൽ വരത്തില്ലല്ലോ. അത് ഓൾറെഡി കൊട്ടേഷൻ സംഘമാണല്ലോ, കാപ്പക്കേസ് പ്രതികളല്ലേ. അത് നമുക്ക് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലല്ലോ. അത് മറ്റേ ഒരു അറ്റാക്ക് ചെയ്യുന്ന മോഡലിൽ നിൽക്കുമല്ലേ. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലല്ലോ. 2 മണിക്കൂറാണ് അറ്റാക്ക് ചെയ്തത്. എന്നാൽ ഉടമ ഇതുവരെയും പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ല. ഇതിനിടെ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജില്ലാ പോലീസ് മേധാവി തള്ളി. ഏതെങ്കിലും പോലീസുകാർ തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ തക്കതായ നടപടി സ്വീകരിക്കുമെന്നും SP വ്യക്തമാക്കി. ഒരു ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെ നടപടി എടുത്ത് അത് സ്ട്രോങ് ആയിട്ട് വകുപ്പ് തല അന്വേഷണം അടക്കം നടന്നു വരുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ തന്നെ ഈ കേസ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത് ഈ ട്രയൽ അടക്കം നടത്താൻ ശിക്ഷ കിട്ടാനുള്ള അത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽ അന്വേഷണ സംഘടനകൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടിലെന്ന് ജില്ലാ പോലീസ് മേധാവി പറയുമ്പോഴും പോലീസിന് നേരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. സ്പായിൽ നിത്യസന്ദർശകരും മാസപ്പടി വാങ്ങുന്ന പോലീസുകാരും തിരുവല്ല സ്റ്റേഷനിലുണ്ടെന്നാണ് ആക്ഷേപം. അവരുടെ പിൻബലത്തിലാണ് കൊടും കുറ്റവാളികൾ നഗരത്തിൽ വിരാജിക്കുന്നത്. സംഭവം പുറത്തുവരാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. സുബിനെതിരെ വീണ്ടും കാപ്പ ചുമത്തും. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും അന്വേഷിക്കും. ബാക്കിയുള്ള 4 പ്രതികളെയും ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.